നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒരുപാട് ജില്ലകളുടെ കട്ട് ഓഫുകൾ നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതുവരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കട്ട് ഓഫുകളും എത്ര പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ റിസൾട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയുടെ റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ആ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റേത്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിലവിൽ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60.89 മാർക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 5614 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം നമ്മുടെ മെയിൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളവർ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ജില്ലയിലേക്ക് തന്നെ കിടക്കാം. അടുത്തെന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നിലവിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 48.59 ആണ് കേട്ടോ. വലിയ ഡിഫറൻസ് ആണ് നമുക്ക് ഓരോ ജില്ലകളിലും നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 60 ആയിരുന്നു, 60.89. നമ്മുടെ തൃശ്ശൂർ ആണെങ്കിൽ അത് 48.59 ആയിട്ട് മാറി. തൃശ്ശൂർ ഇതുവരെ റിപ്പോർട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്കകത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 2745 പേരാണ് കേട്ടോ. 2745 പേരാണ് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് നിന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പ്രിലിംസ് ലിസ്റ്റ് പാസ്സായിട്ടുള്ളത്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പത്തനംതിട്ടയിലേക്ക് നമുക്ക് കിടക്കാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പത്തനംതിട്ടയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വലിയ ലിസ്റ്റാണ്, അതുകൊണ്ടാണ് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ഇത്ര താമസിക്കുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 49.65 ആണ്. ഈ 49.65 വരുന്ന പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 4973 കേട്ടോ. ഓക്കെ, 4973 നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത്. അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ വയനാട് ജില്ലയുടെയാണ്. വയനാട് ജില്ലയുടെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയുടെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ 48.25 ആണ് കേട്ടോ. 48.25 ആണ് വയനാട് ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. വയനാട് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 5614 പേരാണ് വയനാട് ജില്ലയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ PDF എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിലുണ്ട്. നിങ്ങൾ ആ ലിങ്ക് മുഖാന്തരം കയറുകയാണെങ്കിൽ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.39 ആണ്. അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പത്തനംതിട്ട ജില്ല, ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫിലേക്ക് കിടക്കാം നമുക്ക്. വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ തൃശ്ശൂർ ജില്ലയാണ്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 51.69 ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ കാറ്റഗറി നമ്പർ 251/2021 ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 44.44 ആണ്. കൂടാതെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 361/2019. ഡിവിഷണൽ അക്കൗണ്ടിന്റെ കട്ട് ഓഫിലേക്ക് പോകണമെങ്കിൽ 50.43 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഡിവിഷണൽ അക്കൗണ്ടന്റ് NCA സ്റ്റേറ്റ് വൈഡ് കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ 360/2019 ഇതിന്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ 62.38 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് സ്റ്റേറ്റ് വൈഡിന്റെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 183/2022 ഇതിന്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 48 മാർക്കാണ്. 46.48 മാർക്കാണ്. അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ കാറ്റഗറി നമ്പർ 103/2022 ഇതിന്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസിന്റെ ആണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് നോക്കാം. കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.56 ആണ് കേട്ടോ. 61.56 ആണ് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് വൈഡ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കാറ്റഗറി നമ്പർ 137/2021 എന്ന് പറയുന്ന തസ്തികയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ
നിലവിൽ 17.12 ആണ് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, 17.12 ആണ് നമ്മുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് വൈഡിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 17.12 ആണ്. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാണ്. നിലവിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. വയനാട്, ഓക്കെ, വയനാട് വന്നിട്ടുണ്ട്. വയനാട് 48.25 ആണ് വയനാട് ലിസ്റ്റിനകത്ത് 5614 പേരാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 60.89, ലിസ്റ്റിനകത്ത് 2612 പേര്. തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ 48.59 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ലിസ്റ്റിനകത്ത് 2745 പേരാണ്. പത്തനംതിട്ട ജില്ലക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത് 49.65 ആണ്. കട്ട് ഓഫിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് 4973 പേരാണ് കേട്ടോ, 4973 പേരാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 47.6 ആണ്. 47.6 ആണ് എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ്. 3233 പേരാണ് എറണാകുളം ജില്ലക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോടിന്റെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു 57.71 ആണ്. ലിസ്റ്റിനകത്ത് 1599 പേരാണ് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയ റിസൾട്ടുകളും അപ്ഡേറ്റുകളും എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ PDF ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.